നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. സൗദി അറേബ്യയിൽ മറ്റന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ശവാൽ മാസപ്പിറ ഇന്ന് ദൃശ്യമായില്ല. നാളെ റമദാൻ 30 പൂർത്തിയാകും. സൗദിയിൽ എവിടെയും ഇന്ന് ശവ്വാൽ മാസപ്പിറ ദൃശ്യമാകാത്തതിനാൽ നാളെ റമദാൻ 30 പൂർത്തിയാക്കും. മറ്റന്നാൾ ബുധനാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാളെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. മാസപ്പിറ നിരീക്ഷിക്കാൻ സുദേർ, തുമേർ തുടങ്ങി സൗദിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. തെളിഞ്ഞ കാലാവസ്ഥയിലും എവിടെയും മാസപ്പിറ ദൃശ്യമായില്ല. സൗദിയെ പിന്തുടർന്ന് പല അറബ് രാജ്യങ്ങളും നാളെ റമദാൻ 30 പൂർത്തിയാക്കി മറ്റന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഒരു മാസക്കാലം നീണ്ട റമദാൻ വ്രതം അവസാനിപ്പിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. നാളെ സൂര്യൻ അസ്തമിക്കുന്നതോടെ വിശ്വാസികൾ തക്ബീർ ധ്വനികളും ഫിത്ർ സക്കാത്ത് വിതരണവും ആരംഭിക്കും. പുതുവസ്ത്രമണിഞ്ഞ് ബുധനാഴ്ച രാവിലെ നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിലും ഖുത്ബയിലും പങ്കെടുക്കും. രാജ്യത്തെ ആയിരക്കണക്കിന് വരുന്ന പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ ഉടൻ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാനാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കുകയും ഉറ്റവരുടെ കബറിടം സന്ദർശിക്കുകയും ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്യും. സൗദിയിലെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പല മലയാളി കുടുംബങ്ങളും സംഘടനകളും വിനോദയാത്രകൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ പല പ്രവാസികളും നാട്ടിലേക്ക് വിമാനം കയറി. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയിൽ 25 ലക്ഷത്തോളം വിശ്വാസികളാണ് പങ്കെടുത്തത്. തുടർച്ചയായി 34ാമത്തെ വർഷവും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. റമദാൻ 29ാം രാവായ ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിലെത്തിയത് 25 ലക്ഷത്തോളം വിശ്വാസികളാണ്. ഒറ്റപ്പെട്ട രാവിന്റെ പുണ്യം കരസ്ഥമാക്കാനും ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമാണ് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയത്. ഹറം പള്ളിക്ക് സമീപത്തുള്ള റോഡുകളിലും മറ്റും കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് പല വിശ്വാസികളും പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ഹറം പള്ളിയിൽ റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഖതമുൽ ഖുർആൻ പ്രാർത്ഥന. ഹറം കാര്യവിഭാഗ മേധാവി കൂടിയായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർച്ചയായ 34ാമത്തെ വർഷമാണ് ഷെയ്ഖ് സുദൈസ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിശ്വാസികളുടെ സാധാരണ ആവശ്യങ്ങളും പലസ്തീൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അരമണിക്കൂറോളം നീണ്ടു. اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اعف عنا وعن آبائنا وأمهاتنا وولاة أمرنا وعلمائنا وأزواجنا وذرياتنا. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും വിവിധ ലോക നേതാക്കളും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇതോടെ ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ നോമ്പെടുത്തത്. പട്ടിണി കിടന്നും ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും മനസ്സും ശരീരവും ശുദ്ധീകരിച്ച വിശ്വാസികൾ ഇനി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. ബാങ്കിന്റെ പേരിൽ ഫോൺ വിളിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ വലയിലാക്കി ദുബായ് പോലീസ്. 494 പേരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് വൻ തുകയും പോലീസ് പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെന്നും അത് ശരിയാക്കാമെന്നുമുള്ള വ്യാജേന ഉപഭോക്താക്കളെ വിളിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത്. ഉപഭോക്താക്കളുടെ ഫോണിലേക്ക് വിളിച്ച ATM, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ മനസ്സിലാക്കിയാണ് സംഘം തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. നേരിട്ട് ഫോൺ ചെയ്യുന്നതിന് പുറമെ ഇമെയിലും SMS-ഉം സോഷ്യൽ മീഡിയ ലിങ്കുകളും ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 494 ആളുകളെയാണ് പോലീസ് ഇത്തരത്തിൽ പിടികൂടിയത്. ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ 406 തട്ടിപ്പ് കേസുകളിൽ ഇവർക്ക് പങ്കുണ്ടെന്നും പോലീസ് പറഞ്ഞു. തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, സിം കാർഡുകൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും ബാങ്കുകൾ നിർണായക വിവരങ്ങളോ രഹസ്യ നമ്പറുകളോ ഒരിക്കലും ഫോണിലൂടെ ആവശ്യപ്പെടാറില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും ദുബായ് പോലീസിനെ CID വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഹാരിബൽ ഷംസി പറഞ്ഞു. സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ബാങ്കുകളെ നേരിട്ട് ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. 24 ദുബായ്.
കഴിഞ്ഞ ദിവസം ഷാർജയിലെ അൽ നഹ്ദയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 2 പേർ ഇന്ത്യക്കാർ. ബംഗളൂരു സ്വദേശിയായ സൗണ്ട് എഞ്ചിനീയർ മൈക്കിൾ സത്യദാസും 29-കാരിയായ മുംബൈ സ്വദേശിയുമാണ് മരിച്ച ഇന്ത്യക്കാർ. വ്യാഴാഴ്ച രാത്രിയാണ് ഷാർജ അൽ നഹദയിലെ 39 നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 5 പേർ മരിച്ചുവെന്നാണ് പോലീസിന്റെ കണക്ക്. ഇതിൽ 2 പേരാണ് ഇന്ത്യക്കാരായിട്ടുള്ളത്. ബംഗളൂരു സ്വദേശിയായ സൗണ്ട് എഞ്ചിനീയർ മൈക്കിൾ സത്യദാസ്, മുംബൈ സ്വദേശിനി സംറീൻ ബാനു എന്നിവരാണ് മരിച്ചത്. ദുബൈയിൽ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ സംറീന്റെ മൃതദേഹം ഖിസൈസിലെ ഖബർസ്ഥാനിൽ ഖബറടക്കി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് കീഴിലെ DXB ലൈവ് എന്ന സ്ഥാപനത്തിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു മരിച്ച സത്യദാസ്. AR റഹ്മാൻ ഉൾപ്പെടെ പ്രമുഖരുടെ സംഗീത കച്ചേരികൾക്ക് സൗണ്ട് എഞ്ചിനീയറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരണമടഞ്ഞവരിൽ ഒരു ഫിലിപ്പൈൻ സ്വദേശിയുണ്ടെന്ന് ഫിലിപ്പൈൻസ് കോൺസുലേറ്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തീപിടുത്തത്തിൽ 44 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 17 പേരുടെ പരിക്ക് ഗുരുതരമാണ്. 24 ഷാർജ. ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച ബഹ്റൈൻ മീഡിയ സിറ്റി. വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള 800ഓളം തൊഴിലാളികൾ പങ്കെടുത്തു. ബഹ്റൈൻ മീഡിയ സിറ്റിയിലായിരുന്നു സമൂഹ നോമ്പുതുറ. ഇഫ്താർ കമ്മിറ്റി ചെയർമാനായ സയ്യിദ് ഹനീഫ അതിഥികളെ സ്വാഗതം ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് അധ്യക്ഷനായി. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഡിഫൻസ് അറ്റാഷെ ക്യാപ്റ്റൻ സന്ദീപ് സിംഗ് മുഖ്യാതിഥിയായി. സയ്യിദ് റമദാൻ നഥവി, വിജയ് മുഖിയ, ഫാദർ ഡേവിസ്, ദിലീപ് സൻ എന്നിവർ ആശംസ നേർന്നു. ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങളായ ഹസൻ ഈദ് ബുക്കമാസ്, മുഹമ്മദ് ജനാഹി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ നന്ദി അറിയിച്ചു. രാജേഷ് പെരുങ്കഴി നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. പവേർഡ് ബൈ Asset, responsibly yours. ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24ന്റെ മെഗാ പ്രീപോൾ സർവേ. 2ാം ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ കണക്കുകളിൽ 3ഇടത്ത് കോൺഗ്രസിനും 1ഇടത്ത് LDFനുമാണ് മേൽക്കൈ. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശാസ്ത്രീയമായി വിലയിരുത്തിയതിന്റെ പിൻബലത്തിലാണ് 24 തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിടിതരാത്ത 4 ഇഞ്ചോടിഞ്ച് മണ്ഡലങ്ങൾ, 4 ക്രൂഷ്യൽ മണ്ഡലങ്ങൾ, 4 സൂപ്പർ മണ്ഡലങ്ങൾ. വെൽക്കം ടു 24 ഇലക്ഷൻ അഭിപ്രായ സർവേ, സെക്കൻഡ് റൗണ്ട്, സെക്കൻഡ് ഡേ. കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് 24 പ്രീപോൾ സർവേ 2ാം ദിവസം അന്വേഷിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ കാറ്റ് ഇടത്തോട്ടാണ്. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ 41.9% വോട്ട് നേടി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ജയിക്കുമെന്ന് സർവേ. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 40.3%, NDA സ്ഥാനാർത്ഥി ML അശ്വിനി 16.4% വോട്ട് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. മറ്റുള്ളവർ 1.4% വോട്ട് നേടും. കോഴിക്കോടിന്റെ ഖൽബ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി MV രാഘവനോടൊപ്പമായിരിക്കും. 44.1% വോട്ട് നേടി MK രാഘവൻ 4ാമതും പാർലമെന്റിലെത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. LDFനു വേണ്ടി എളമരം കരീം 39.5% വോട്ട് നേടും. മുതിർന്ന നേതാവ് MT രമേശിനെ രംഗത്തിറക്കിയെങ്കിലും NDAക്ക് ലഭിക്കുക 15.8% വോട്ട് മാത്രമാണെന്ന് പ്രവചനം. ലോക്സഭയിലേക്ക് 4ാം ഊഴം തേടിയിറങ്ങുന്ന ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ മത്സരം കടുക്കും. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം 0.9% മാത്രം. ആന്റോ ആന്റണിക്ക് 38.9% വോട്ടും തോമസ് ഐസക്കിന് 38% വോട്ടും ലഭിക്കുമെന്നാണ് സർവേ ഫലം. NDAക്ക് വേണ്ടി അനിൽ ആന്റണി 22.5% വോട്ട് നേടും. കൊല്ലം NK പ്രേമചന്ദ്രനെ കൈവിടില്ല. 44.8% വോട്ട് നേടി UDF സ്ഥാനാർത്ഥി ജയമുറപ്പിക്കും. LDFന്റെ M മുകേഷ് 41.1% വോട്ട് നേടുമെന്നും പ്രവചനം. NDAയുടെ G കൃഷ്ണകുമാർ 13.2% വോട്ട് നേടുമെന്നാണ് പ്രീപോൾ സർവേയിൽ പറയുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24. കേരളത്തിൽ കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര്? ഇതാണ് 24 പ്രീപോൾ സർവേ 2ാം ദിനം മുന്നോട്ട് വെച്ച ബിഗ് ക്വസ്റ്റ്യൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 44.5% പിന്തുണയോടെ ഒന്നാമതായത്. മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള 24 പ്രീപോൾ സർവേയുടെ ബിഗ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര്? 24 മുന്നോട്ട് വെച്ചത് 6 പേരുകൾ. സർവേയിൽ പങ്കെടുത്ത 44.5% തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ. മുഖ്യമന്ത്രിയെ നേർക്കുനേർ വിമർശിക്കുന്ന
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് 24.6% പേരുടെ പിന്തുണ. അതിൽ പിണറായി വിജയൻ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സുരേന്ദ്രൻ, വി. മുരളീധരൻ, എം.വി. ഗോവിന്ദൻ. ഹിയർ കംസ് ദ റിസൾട്ട്. പിണറായി വിജയൻ 44.5% ആളുകൾ പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്ന പോപ്പുലർ നേതാവായി കരുതുന്നു. അത്ഭുതമില്ല, നമ്മൾ കണ്ടതാണത്. ഓരോ മണ്ഡലത്തിലും നോക്കുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് റേറ്റിംഗ് കൂടുതൽ. 3-ാം സ്ഥാനത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, 17.6% പേരുടെ പിന്തുണ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ് 4-ാം സ്ഥാനത്ത്. 8.4% പേർ കെ. സുരേന്ദ്രനെ പിന്തുണച്ചു. കഴിഞ്ഞ സർവേകളിൽ എമർജ് ചെയ്ത് വന്നിരുന്നത് വി.ഡി. സതീശനും കെ. സുധാകരനുമായിരുന്നു. ഇത്തവണത്തെ സർവേയിൽ സുധാകരൻ മാറി രമേശ് ചെന്നിത്തല ജനകീയ നേതാക്കളുടെ ഇടയിലേക്ക് കയറി വന്നിരിക്കുന്നു. 3% പേർ പിന്തുണച്ച വി. മുരളീധരനാണ് പട്ടികയിൽ 5-ാം സ്ഥാനം. CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ 1.9% പേർ അനുകൂലിച്ചു. വരും ദിവസങ്ങളിലും 24 മെഗാ പ്രീപോൾ സർവേക്കൊപ്പം പ്രധാന വിഷയങ്ങളിൽ വോട്ടേഴ്സിന്റെ മനസ്സറിയാം. ഇലക്ഷൻ ഡെസ്ക് 24. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്തും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലുമാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി നാമനിർദ്ദേശ പത്രിക നൽകിയത് 290 പേർ. സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളി. 10 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതോടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത് 14 പേരാണ് കോട്ടയത്ത് മത്സരിക്കുന്നത്. കോഴിക്കോട് 13 പേരും കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ 12 സ്ഥാനാർത്ഥികൾ വീതവും മത്സരരംഗത്തുണ്ട്. കാസർഗോഡ് 9, വടകര 10, വയനാട് 9, മലപ്പുറം, പൊന്നാനി 8 വീതം, പാലക്കാട് 10, തൃശൂർ 9, ചാലക്കുടി 11, എറണാകുളം 10, ഇടുക്കി 7, ആലപ്പുഴ 11, മാവേലിക്കര 9, പത്തനംതിട്ട 8, ആറ്റിങ്ങൽ 7, ആലത്തൂർ 5 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം. 14 മണ്ഡലങ്ങളിലായി 25 വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കോട്ടയം, മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികളില്ല. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വരണാധികാരികൾ ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കെ. സുധാകരന്റെ പേര് തിരുത്തിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചു. കെ. സുധാകരന്റെ പേരിനൊപ്പം പിതാവിന്റെ പേര് കൂട്ടിച്ചേർത്താണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇത് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് UDF പരാതിപ്പെട്ടു. കെ. സുധാകരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിന് പിന്നാലെ പേര് തിരുത്തിയ നടപടി പിൻവലിച്ചു. സുധാകരന്റെ പേരിൽ 2 അപരന്മാർ മത്സര രംഗത്തുണ്ട്. കേരളത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ റമദാൻ, വിഷു ചന്തകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ല. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകേണ്ട കാര്യം ഇല്ലാതാക്കിയെന്ന് മന്ത്രി VN വാസവൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി നാളെ പരിഗണിക്കും. കുവൈറ്റിലെ സാംസ്കാരിക സാമൂഹിക കൂട്ടായ്മയായ തനിമ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുവൈറ്റ് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റി പ്രസിഡന്റും കുവൈറ്റ് ഓർഗൻ പ്രൊക്രൂട്ട്മെന്റ് തലവനുമായ ഡോക്ടർ മുസ്തഫ അൽ മോസാവി മുഖ്യാതിഥിയായി. സൗഹൃദ തനിമ കൺവീനർ ഹബീബുള്ള മുറ്റീച്ചൂർ അധ്യക്ഷനായി. ഡോക്ടർ മുസ്തഫ മോസാവി ഉദ്ഘാടനം ചെയ്തു. ഡൊമിനിക് ആന്റണി, ഷൈജു പള്ളിപ്പുറം, റവറന്റ് ഫാദർ ജോൺ തുണ്ടിയത്ത്, KR അജി, ഫൈസൽ മഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. BEC എക്സ്ചേഞ്ച് CEO മാത്യു വർഗീസ്, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് CEO ഡോക്ടർ ഹംസ പയ്യന്നൂർ, ഗൾഫ് അഡ്വാൻസ്ഡ് ട്രേഡിംഗ് കമ്പനി CEO ആയ KS വർഗീസ് എന്നിവർ ആശംസ അറിയിച്ചു. തൃശൂരിലെ CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ 99% രഹസ്യമായവയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂരിന് സമാനമായി കേരളത്തിലെ 12 ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തൽ. ഈ ബാങ്കുകളുടെ പട്ടിക ED ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിന്റെ വിവരങ്ങൾ 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിൽ മാത്രം CPIMന് 81-ലധികം അക്കൗണ്ടുകളുണ്ട്. ഇതിൽ 99% വെളിപ്പെടുത്താത്തവയാണെന്ന് ED. തൃശൂരിൽ 90-ലധികം ഇടങ്ങളിൽ പാർട്ടിക്ക് വസ്തുവകകളുണ്ട്. ഈ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും നിയന്ത്രിക്കുന്നത് CPIMന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയുമാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. അതിനായി പ്രത്യേക മിനിറ്റ് ബുക്ക് സൂക്ഷിച്ചിരുന്നു. CPIMലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചതായും അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ED നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.
കേരളത്തിലെ മറ്റു 12 ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നു. ഈ ബാങ്കുകളുടെ പട്ടിക ഉൾപ്പെടെ ചേർത്താണ് കത്ത്. CPIMന്റെ വെളിപ്പെടുത്താത്തതായി ഇഡി കണ്ടെത്തിയ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്കാണ് നീക്കം. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPIMന്റെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇഡിയും ആദായനികുതി വകുപ്പും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വർഗീസ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPIM ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്. ഇഡിക്ക് പിന്നാലെ പാർട്ടി അക്കൗണ്ടുകളിൽ മേൽ ആദായനികുതി വകുപ്പും പിടിമുറുക്കുകയാണ്. ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് തന്നെയാണ് സാധ്യത. വിനീത VG 24 കൊച്ചി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിനെതിരായ ആദായനികുതി വകുപ്പ് നടപടിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആദായനികുതി വകുപ്പിന്റേത് ക്രമവിരുദ്ധവും അപലപനീയവുമായ നടപടിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. LDFനെതിരെയുള്ള മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ആസൂത്രിത നീക്കമാണ് നടപടിക്ക് പിന്നിലെന്നും ആരോപണം. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ നടപടി ഉണ്ടാകില്ലെന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് ആദായനികുതി വകുപ്പിന്റെ നടപടിയെന്നും കത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഉത്തരവ് നിർത്തിവെക്കാൻ ആദായനികുതി വകുപ്പിന് നിർദ്ദേശം നൽകണമെന്നും കത്തിൽ CPIM ആവശ്യപ്പെട്ടു. തിരികെ വാർത്തകളിലേക്ക്. പാനൂർ സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധമില്ലെന്ന CPIM വാദം പൊളിയുന്നു. പിടിയിലായവരിൽ 4 പേർ DYFI ഭാരവാഹികളാണ്. ഒളിവിലായിരുന്ന പ്രധാന പ്രതി ഷിജാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് മൊഴി. തെറ്റുകാരെന്ന് വ്യക്തമായാൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. പാനൂർ സ്ഫോടന കേസിൽ ഇതുവരെ അറസ്റ്റിലായ 6 പേരിൽ 3 പേരും DYFI ഭാരവാഹികൾ. മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, കടുങ്ങാപ്പൊയിൽ യൂണിറ്റ് സെക്രട്ടറി സായൂജ്, മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അതുൽ എന്നിവർക്കാണ് DYFI ഭാരവാഹിത്വമുള്ളത്. മേഖലയിലെ CPIM റെഡ് വോളണ്ടിയർ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അമൽ ബാബു. ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകനായ DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കൊളവല്ലൂർ സ്വദേശി അക്ഷയും ഇയാൾക്കൊപ്പം പിടിയിലായി. ഉദുമൽപേട്ടയിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. അറസ്റ്റിലായവരിൽ DYFI ഭാരവാഹികളുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജും സ്ഥിരീകരിക്കുന്നു. തെറ്റുകാരെന്ന് തെളിഞ്ഞാൽ സംഘടന സംരക്ഷിക്കില്ലെന്നും VK സനോജ്. ഉത്തരവാദിത്തപ്പെട്ട DYFIയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അവിടെ അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തി. ആ കൂട്ടത്തിൽ DYFIയുടെ ആ പ്രദേശത്തെ പ്രാദേശികമായ ചില നേതൃനിലയിൽപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ട്. ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയുടെ ഭാഗമായാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷാണ് മൂളിയത്തോട് സംഘത്തെ നയിച്ചത്. ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷം പക വർദ്ധിപ്പിച്ചു. എതിർ ഗ്യാങ്ങിനെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും മൊഴികളിൽ പറയുന്നു. അറസ്റ്റിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. 24 കണ്ണൂർ. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. ബോധവൽക്കരണത്തിന്റെ ഭാഗമെന്നാണ് വിശദീകരണം. സിനിമ ആര് പ്രദർശിപ്പിച്ചാലും അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹം അംഗീകരിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. വിവാദമായ ദ കേരള സ്റ്റോറിക്കെതിരെ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് വരുന്നതിനിടെയാണ് ചിത്രം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത്. 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു പ്രദർശനം. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ സിനിമ കാണിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം. ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ വീണു പോകരുത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ട്. അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ്
ഇടുക്കി രൂപതയുടെ നിലപാട്. ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല. ഇടുക്കി രൂപതയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. കേരളത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവങ്ങളാണ് സിനിമയിലുള്ളതെന്നും കേരളത്തെ അപമാനിക്കുന്നതാണ് സിനിമയുടെ പ്രമേയമെന്നും വി.ഡി. സതീശൻ. അതൊരു തെറ്റായ സമീപനമാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല. അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. സിനിമയുടെ പ്രദർശനം ക്രൈസ്തവ സമൂഹം അത് അംഗീകരിച്ചതിന്റെ തെളിവാണെന്ന് കെ. സുരേന്ദ്രൻ. ജനങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണല്ലോ അത്. UDFും LDFും എത്രമാത്രം ബഹളം വെച്ചിട്ടും ക്രൈസ്തവ സമൂഹം അടക്കം ആ സിനിമയെ അംഗീകരിച്ചു. ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതും വിവാദമായിരുന്നു. സംസ്ഥാനത്തെയും ഒരു പ്രത്യേക വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള ആക്ഷേപം. 24 ഇടുക്കി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.